ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയുന്ന മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടനെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ജയിലിൽ നിന്നിറങ്ങി പ്രതികാരം. അമ്മാവനെ കുത്തിക്കൊന്നവർ പിടിയിൽ. കുടുംബവഴക്കിനെ തുടർന്ന് അമ്മയുടെ സഹോദരനെ കുത്തിക്കൊലപ്പെടുത്തിയ 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടശ്ശേരിപ്പാറ സ്വദേശിയും ചോറ്റൂരിൽ താമസക്കാരനുമായ ആനപ്പടിക്കൽ മൊയ്തീൻകുട്ടിയുടെ മകൻ 45-കാരനായ മുസ്തഫയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മുസ്തഫയുടെ സഹോദരിയുടെ മക്കളായ 27-കാരനായ സൽമാനിൽ ഫാരിസ്, 23-കാരനായ സക്കീർ ഹുസൈൻ, 22-കാരനായ സൈനുൽ ആബിദ് എന്നിവരാണ് അറസ്റ്റിലായത്. ശനിയാഴ്ച രാവിലെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം. മുസ്തഫയും സഹോദരൻ അബ്ദുള്ളയും വീട്ടിൽ നിന്ന് ബൈക്കിൽ റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെ ഓട്ടോറിക്ഷയിലെത്തിയ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് ബൈക്കിന് തീയിടുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് പ്രതികൾ മുസ്തഫയെ ആക്രമിക്കുകയും കത്തി കുത്തിയിറക്കുകയുമായിരുന്നു. സക്കീർ ഹുസൈനാണ് മുസ്തഫയെ കുത്തിയതെന്ന് പറയുന്നു. ഹൃദയത്തിലും കഴുത്തിലുമേറ്റ മുറിവുകളാണ് മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത്. ആക്രമണത്തിൽ സഹോദരൻ അബ്ദുള്ളയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. കുടുംബവഴക്കിനെ തുടർന്ന് നേരത്തെയും ഇവർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. നേരത്തെ മുസ്തഫയെ ആക്രമിച്ച കേസിൽ പ്രതികളായ സഹോദരങ്ങൾ ദിവസങ്ങൾക്ക് മുൻപാണ് ജയിലിൽ നിന്നിറങ്ങിയതെന്ന് കൽപ്പകഞ്ചേരി സ്റ്റേഷൻ HSO CK രാജേഷ് പറഞ്ഞു. സബിതയാണ് മുസ്തഫയുടെ ഭാര്യ. മക്കൾ മുഹ്സിൻ, നിഷാദ്, റിൻഷ, റിഫ്ന എന്നിവരാണ്. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.